ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്തു. അപ്പോൾ ഇനി വെള്ളം ഒന്ന് ചൂടാവട്ടെ. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാറില്ല, അതേപോലെ തന്നെ അപ്പോൾ പാസ്തയിലും കുറച്ച് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാസ്തയ്ക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടി നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിപ്പോൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. അപ്പോൾ പാസ്ത നമ്മുടെ നാട്ടിലെ ഫുഡല്ലല്ലോ, അപ്പോൾ പാസ്ത വെളിയിലത്തെ ഫുഡാണ്, അതുകൊണ്ട് സ്മെല്ലുള്ള ആ എണ്ണ ഒഴിവാക്കുക. അപ്പോൾ ഞാനിപ്പം അല്ലാതെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചേക്കണേ. അപ്പോൾ അത് ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാസ്ത അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കണം, അടിയിലും പിടിക്കരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതൊന്ന് വെന്തിട്ടുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം നന്നായിട്ട് നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് തൊടുമ്പോഴേ നന്നായിട്ട് മുറിഞ്ഞു പോകണം, അതേപോലെ വേവണം. പക്ഷേ ഇത് അത്ര വെന്തിട്ടില്ല. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലായിട്ടോ ഒത്തിരി ഇവിടെ വേവാനുണ്ട്, ഒരു ശകലം കൂടെ. അപ്പോൾ ഒരുപാട് ഓവർ കുക്കായി പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവരുത്. ഒരു 6 മിനിറ്റിനുള്ളിൽ തന്നെ പാസ്ത നന്നായിട്ട് വേവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നോക്കുക കേട്ടോ. ഇതാ നമ്മുടെ പാസ്ത ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തൊന്ന് നോക്കാം നമുക്ക്. ആ കറക്റ്റ് വേവായിട്ടുണ്ടോയെന്ന് അറിയണ്ടേ. അപ്പോൾ ഇതാ സ്പൂൺ കൊണ്ട് ഒന്ന് മുറിച്ച് നോക്കുക. അതാ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോയി. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ വേവ് നോക്കുമ്പോൾ സ്പൂൺ കൊണ്ട് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് മുറിഞ്ഞു പോകണം, എന്നാൽ ഓവർ കുക്ക് ആയി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്ക് പാസ്ത കോരി മാറ്റാം. ഇത് പാസ്തയൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഓവർ കുക്ക് ആവാതിരിക്കാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം കൂടി, നമ്മുടെ പച്ചവെള്ളമല്ലേ, പച്ചവെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി വാഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടിത് തണുക്കാൻ വയ്ക്കുക. തണുത്തിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കറക്റ്റ് വേവാണ്. പാസ്ത ഇനി തണുക്കുന്ന ടൈമിൽ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് വയ്ക്കുക. സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 2 ടൈപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പച്ചയും ഒന്ന് മഞ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ക്യാപ്സിക്കം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ചേർത്തോളൂ കേട്ടോ. കാരണം ഈ ടൈമിലിപ്പോൾ ക്യാപ്സിക്കമൊക്കെ എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പാസ്തയിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് മറന്നു പോവരുത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ്, ഒരു 1/4 കപ്പ് മൈദ. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതാ നമ്മുടെ മൈദയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ബട്ടറിനകത്ത് കിടന്ന്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പാലിപ്പോൾ ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 കപ്പ് ചേർക്കുകയാണ്. അപ്പോൾ മൊത്തം ഞാൻ 2.5 കപ്പ് പാൽ ചേർക്കുന്നുണ്ട്. ഇതാ നമ്മുടെ പാലൊക്കെ കുറുകി ഒരു ക്രീം പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ഇരിക്കുന്ന 1.5 കപ്പ് പാലല്ലേ, അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഇത് വീണ്ടും ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ പെപ്പറും 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആണ്. അപ്പോൾ എരിവ് നിങ്ങളുടെ ആ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കുകയാണ്. നമ്മൾ ഓൾറെഡി മാക്രോണിയിൽ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ മിക്സ് കുറുക്കി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇല്ലേ, അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാസ്ത, നമ്മുടെ മാക്രോണി ഇല്ലേ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കുറുകിപ്പോയിന്ന് തോന്നുകയാണെങ്കിൽ ഇരിക്കും തോറും കുറുകും കേട്ടോ. അപ്പോൾ കുറുകിപ്പോയിന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങ് ലൂസായിക്കോളും, അതുകൊണ്ടൊരു പ്രോബ്ലം അല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.